ഹായ്, വെൽക്കം ടു ക്രാക്കോൺ. ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഏതാണ് 2025 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇത് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ക്ലാസ്സിന്റെ പാർട്ട് 7 ആണ്. അപ്പൊ ക്ലാസ് തുടങ്ങാം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഔദ്യോഗിക പന്ത്, അതായത് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക പന്തിന് പേര് കൊടുത്തിട്ടുണ്ട്. ആ പന്ത് ഏതാണ്? ആ പന്തിന്റെ പേരെന്താണ് ചോദിക്കുന്നത്. അത് ട്രിയോണ്ട. ട്രിയോണ്ട എന്നാണ് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര്. എന്താണ്? ട്രിയോണ്ട. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. അതിൽ മെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നായിരിക്കും ആ ഔദ്യോഗിക പന്തിന്റെ പേരെന്താന്നുള്ളത്. അപ്പൊ എന്താണത്? ട്രിയോണ്ട. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ ഭാഗ്യചിഹ്നം എന്താ? ക്ലച്ച്, മാപ്പിൾ, സായു. ഇങ്ങനെ 3 ഉണ്ട്. എന്താണ്? ക്ലച്ച്, മാപ്പിൾ, സായു. ഇത് ഓർത്ത് വെച്ചോളെ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ പന്ത് ചോദിച്ച ട്രിയോണ്ടയും അതിന്റെ ചിഹ്നം ഭാഗ്യചിഹ്നം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലച്ച്, മാപ്പിൾ, സായു. എന്താണ്? ക്ലച്ച്, മാപ്പിൾ, സായു. ഈ 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം. ഇന്ന് 2025 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഡോണ്ട് മിസ് ദ ബീറ്റ്. എന്താണ്? ഡോണ്ട് മിസ് ദ ബീറ്റ്. അത് ഓർത്താൽ അത് നമുക്ക് ഓപ്ഷനിൽ കിട്ടുന്നത്. കാരണം ബീറ്റ് വരുന്ന വഴിയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ഓർത്താൽ മതി. അപ്പം ലോക ഹൃദയ ദിനം വരുന്ന ഡോണ്ട് മിസ് ദ ബീറ്റ് എന്താ? ഹാർട്ട് ബീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്താൽ മതി കേട്ടോ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി 2025 സെപ്റ്റംബറിൽ നൂറി എന്ന റോക്കറ്റ് വിക്ഷേപിച്ചതാണ്. എന്താണ്? നൂറി എന്ന റോക്കറ്റ് വിക്ഷേപിച്ചതാണ് ദക്ഷിണ കൊറിയ കേട്ടോ. നൂറി എന്ന റോക്കറ്റ് രാജ്യത്തിന്റെയാണ്? ദക്ഷിണ കൊറിയയുടെ റോക്കറ്റാണ് നൂറി. ഈ 2025 സാഫ് അണ്ടർ 17 ഫുട്ബോൾ ജേതാക്കളാരെയാണ്? ഇന്ത്യ കേട്ടോ. സാഫ് അണ്ടർ 17 ഫുട്ബോൾ ജേതാക്കളായ ഏത് രാജ്യമാണ്? ഇന്ത്യ ഉണ്ട്. നമ്മുടെ ഇന്ത്യയാണ് സാഫ് അണ്ടർ 17 ഫുട്ബോൾ ജേതാക്കൾ. 2024 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ് ആരാണത്? NS മാധവനാണ്. NS മാധവനാണ് 2024 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ്. ഈ പുരസ്കാരങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെക്കണം. കാരണം അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇനി അധികം വൈകാതെ തന്നെ പുരസ്കാരങ്ങൾ മാത്രമായിട്ട് 2025 പുരസ്കാരങ്ങൾ മാത്രമായിട്ട് 2025 നൽകപ്പെട്ടിട്ടുള്ള 2025 നൽകപ്പെട്ടിട്ടുള്ള പുരസ്കാരങ്ങളുടെ എല്ലാം ചേർത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം 2024 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാര ജേതാവാരാണ്? NS മാധവൻ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ്. സാഫ ഫുട്ബോൾ ജേതാക്കളും ഏതാണ്? ഇന്ത്യയായിരുന്നു. ഇനി 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഈ 2025 സെപ്റ്റംബറിൽ ഇടുക്കി ദേവികുളത്തെ ജൈവ വൈവിധ്യ മേഖല ഷോല വനത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം കാപ്പിച്ചെടി അതെവിടെയാണ്? 2025 സെപ്റ്റംബറിൽ ഇടുക്കിയിലെ ദേവികുളത്തെ ജൈവ വൈവിധ്യ മേഖലയിലെ ഷോല വനത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം കാപ്പിച്ചെടിയാണ് ഓഫിയോറിസ എക്കിനാറ്റ. എന്താണ്? ഓഫിയോറിസ എക്കിനാറ്റ. അതാണ് പേര്. ഓഫിയോറിസ എക്കിനാറ്റ. എവിടുന്നാണ് എത്തിയത്? ഇടുക്കിയിലെ ദേവികുളത്തെ ജൈവ വൈവിധ്യ മേഖലയായ ഷോല വനത്തിൽ നിന്ന്. ആ സ്ഥലം ചോദിക്കുന്നത്. അപ്പൊ ഈ ഷോലവനം എവിടെയാണെന്ന് ചോദിക്കുക. അത് ഇടുക്കിയില് ദേവികുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ദേവികുളത്തെ ജൈവ വൈവിധ്യ മേഖല ഏതാ വെച്ചാൽ എന്താണ്? ഷോലാവനാണ്. അവിടുന്ന് കണ്ടെത്തിയ പുതിയ കാപ്പീന ചെടി ഏതാണ്? കാപ്പീൻ അല്ലെ കാപ്പിച്ചെടി ഏതാണ്? ഓഫിയോറിസ എക്കിനാറ്റ. നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം നിലവിലാട്ടോ. കാരണം ചിനാബ് പാലമായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് ഏറ്റവും വലിയ പാലം. ഇന്ത്യയിലും ലോകത്തിലെ ഏറ്റവും വലിയ ഉയരത്തിലുള്ള പാലം എന്ന് പറയുന്നത് ചിനാബ് പാലാണ്. അപ്പം നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിനാബ് പാലല്ല, ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യൻ. എന്താണ്? ചൈനയിലെ ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യൻ. ഇനിയിപ്പോ അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ തെറ്റാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ചിനാബ് പാലം അല്ല, ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യൻ ആണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം എന്ന് പറയപ്പെടുന്നത്. ചിനാബ് പാലം ഓപ്ഷനിൽ ഉണ്ടാവും, അത് തെറ്റരുത്. നിലവിൽ ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പാലം ചോദിച്ചാൽ ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യൻ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം. അതെവിടെയാണ്? ഇത് ചൈനയിലാണ് കേട്ടോ. ചൈനയിലാണ് അത്. ഇനി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ മൊബൈൽ ആപ്പ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സംസ്ഥാനത്തിന്റെ അല്ല, കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ മൊബൈൽ ആപ്പാണ് സഹമിത്ര. എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. സഹമിത്ര എന്താണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ മൊബൈൽ ആപ്പാണ്. ഈ 2025 സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റ് വെച്ചിരുന്ന ബുവാലോയ്. ഏതാണ്? ബുവലോയ് ആണ് 2025 സെപ്റ്റംബറിൽ വിയറ്റ്നാമിൽ വീശിയ ചുഴലിക്കാറ്റ്. ഇനി നമുക്ക് 2025 അവസാനം ഡിസംബറിൽ നമ്മൾ ഈ ചുഴലിക്കാറ്റ് 2025 വീശിയ ചുഴലിക്കാറ്റുകളെ പറ്റിയൊക്കെ ഒരു ക്ലാസ് ചെയ്യണമെന്നുണ്ട്. അപ്പം അതിനുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അധികം വൈകാതെ തന്നെ അതിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പം മുതിർന്ന പൗരന്മാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സഹായം ലഭ്യമാക്കുന്ന
സംസ്ഥാന സർക്കാരിന്റെ സംരംഭകത്വ പദ്ധതി വെച്ച് ഏതാണ്? അത് ന്യൂ ഇന്നിങ്സ് ആണ്. എന്താണ് ന്യൂ ഇന്നിങ്സ്? മുതിർന്ന പൗരന്മാർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സഹായം ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സംരംഭകത്വ പദ്ധതി അത് വെച്ച് എന്താണ് ന്യൂ ഇന്നിങ്സ് എന്നാണ് കേട്ടോ. ന്യൂ ഇന്നിങ്സ് എന്നാണ് മുതിർന്ന പൗരന്മാർക്കുള്ള പുതിയ സംരംഭം ആരംഭിക്കുന്നതിനുള്ള സഹായം ലഭ്യമാകുന്ന സംസ്ഥാന സർക്കാരിന്റെ സംരംഭകത്വ പദ്ധതി ആരംഭിക്കുന്നത്. ഇനി അതിന് നമ്മൾ ഈ ടെലഗ്രാമിൽ പുതിയൊരു ഇത് തുടങ്ങുവാണ്. നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. നമ്മുടെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ അതിനകത്ത് കയറി അതിനകത്ത് നമ്മൾ ഇനി പോളായിട്ട് കറണ്ട് അഫയേഴ്സ് ഇടുന്നതായിരിക്കും കേട്ടോ. ഇനി മുതൽ പുതിയതായിട്ട് നമ്മൾ പോളായിട്ട് കറണ്ട് അഫയേഴ്സ് ദിവസം ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. ഇനി കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സംഘടിപ്പിക്കുന്ന 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന് വേദി ഏതാണ്? അങ്കമാലിയാണ് കേട്ടോ. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് സംഘടിപ്പിക്കുന്ന 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന്റെ വേദി എവിടെയാണ്? അങ്കമാലി. എവിടെയാണ്? അങ്കമാലിയാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ഓടിക്കുന്ന 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിന്റെ വേദി അങ്കമാലി. ഇനി 2025 സുബ്രതോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? കേരളമാണ്. ആരാണ്? കേരളമാണ് 2025 സുബ്രതോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ. 2025 സുബ്രതോ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ ആരാണ്? കേരളം. 2025 സെപ്റ്റംബറിൽ സിറോ എന്ന ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം. സിറോ എന്ന ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. സിറോ എന്ന ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചതാണ് അത് അരുണാചൽ പ്രദേശ് ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ല. ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹരഹിത ജില്ല ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡിലെ ബാലോഡാണ്. ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹരഹിത ജില്ല ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡിലെ ബാലോഡ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇന്ത്യയിലെ ആദ്യ ശൈശവ വിവാഹ ജില്ല. അത് കേരളത്തിലല്ല, ഛത്തീസ്ഗഡിലാണ്. ബാലോഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബാലോഡ് എന്ന് പറഞ്ഞ ജില്ലയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ല. ഇനി സമുദ്രത്തിനടിയിലെ ഖനികൾ കണ്ടെത്തുന്നതിന് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ് നീരാക്ഷി. എന്താണ്? നീരാക്ഷിയാണ് സമുദ്രത്തിനടിയിൽ. നമ്മൾ ഇപ്പം ഈയിടയ്ക്കായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചില്ലായിരുന്നു എന്താണ് നമ്മൾ മറ്റേ ഖനികൾ ഇനി ഇന്ത്യയിൽ ഇതിന് സമുദ്രത്തിനടിയിൽ നിന്ന് നമ്മൾ ഖനനം ചെയ്യാൻ പോവാണ്. സമുദ്രത്തിനടിയിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് മറ്റേ ക്രൂഡ് ഓയിലും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഖനനം ചെയ്തെടുക്കും എന്നൊക്കെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ലായിരുന്നോ? അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർ ഖനികൾ കണ്ടെത്തുന്നതിനായിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ് നീരാക്ഷി. എന്താണ്? ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ് നീരാക്ഷി. ഇനി സമ്പൂർണ്ണ പ്രവർത്തന സാക്ഷരത നേടിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് മിസോറാമാണ് കേട്ടോ. സമ്പൂർണ്ണ പ്രവർത്തന സാക്ഷരത നേടിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് അത് മിസോറാമാണ്. മിസോറാമാണ് സമ്പൂർണ്ണ പ്രവർത്തന സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇനി 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണ് കേട്ടോ. എവിടെയാണ്? തൃശ്ശൂരാണ് 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി. ഇനി 49ാമത് വയലാർ അവാർഡ് ജേതാവാണ് ഇ സന്തോഷ് കുമാറാണ്. എന്താണ്? ഇ സന്തോഷ് കുമാറാണ് 49ാമത് വയലാർ അവാർഡ് ജേതാവ്. വയലാർ അവാർഡ് കിട്ടിയപ്പോൾ സന്തോഷമായി. 49ാമത് വയലാർ കിട്ടിയപ്പോൾ സന്തോഷമായി എന്ന് ഓർത്താൽ കേട്ടോ. വയലാർ അവാർഡ് കിട്ടുമ്പോൾ സന്തോഷമാവൂലേ? അപ്പൊ അതാണ് ഇ സന്തോഷ് കുമാർ. ഇനി ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ രചിച്ച ആരാ? ടി പത്മനാഭനാണ് കേട്ടോ. ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ രചിച്ച ടി പത്മനാഭനാണ് ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ രചിച്ചത്. ഇനി 2005 ഒക്ടോബറിൽ ആരംഭിച്ച ഇന്ത്യ UK നാവിക അഭ്യാസം എന്ന് ചോദിച്ചതാണ് കൊങ്കൺ 25 കേട്ടോ. ഇന്ത്യയും UK തമ്മിലുള്ള നാവിക അഭ്യാസം ചോദിച്ചതാണ് കൊങ്കൺ 25. ഇന്ത്യ UK നാവികാഭ്യാസമാണ് കൊങ്കൺ 25. ഈ 2025-26 വർഷത്തെ ഇറാനി കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ചോദിച്ചാൽ വിദർഭയാണ് കേട്ടോ. ഇറാനി കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? വിദർഭയാണ്. വിദർഭ ക്ലബാണ് ഇറാനി കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. ഈ 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യയുടെ സ്ഥാനം എത്ര? പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 10 ആണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം 10 ആണ് ചാമ്പ്യൻഷിപ്പിൽ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം 10 ആണ്. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാനെ തിരഞ്ഞെടുക്കപ്പെട്ടാണ് പ്രകാശ് രാജ് ആണ് കേട്ടോ. നമ്മൾ ഈ അടുത്താണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം അതിന്റെ ഒരു ക്ലാസ് നമ്മൾ അധികം വൈകാതെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പ്രകാശ് രാജ് ആണ്. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി നിയമിച്ചത് ആരാണ്? സഞ്ജു സാംസങ്ങിനെയാണ് കേട്ടോ. സഞ്ജു സാംസങ്ങിനെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. ഇനി ജപ്പാനിന്റെ പ്രധാനമന്ത്രി ആവുന്ന ആദ്യ വനിത ചോദിച്ചാരാണ്? അത് സനെ തക്കൈച്ചി. എന്താണ്? സനെ തക്കൈച്ചി ആണ് ജപ്പാനിന്റെ പ്രധാനമന്ത്രി ആവുന്ന ആദ്യ വനിത. അത് ഇമ്പോർട്ടന്റ് ആണ്. ജപ്പാനിന്റെ പ്രധാനമന്ത്രി ആവുന്ന ആദ്യ വനിതയാണ് സനെ തക്കൈച്ചി.
ഇനി ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ് ചികിത്സയ്ക്ക് എത്തുന്ന രോഗികളോട് മെഡിക്കൽ ഉപഭോക്താക്കൾ എന്ന് എന്താണ് മെഡിക്കൽ രോഗികൾ എന്നല്ല മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്നാണ് അവര് അഭിസംബോധന ചെയ്യേണ്ടത്. രോഗികൾ എന്ന് അഭിസംബോധന ചെയ്യരുത്, മെഡിക്കൽ ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ പേഷ്യന്റ് എന്നല്ല പറയേണ്ടത്, മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന് അഭിസംബോധന ചെയ്യണം തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇനി പ്രഥമ ഈ മലയാളി പുരസ്കാര ജേതാവ് ഏതാണ്? മേത്തിൽ രാധാകൃഷ്ണൻ. പ്രഥമ ഈ മലയാളി പുരസ്കാര ജേതാവ് മേത്തിൽ രാധാകൃഷ്ണൻ കേട്ടോ. അതോർത്ത് പ്രഥമ ഈ മലയാളി പുരസ്കാര ജേതാവാണ് മേത്തിൽ രാധാകൃഷ്ണൻ. ഈ പുരസ്കാരങ്ങളൊക്കെ നന്നായിട്ട് നോക്കി വെക്കണം, കാരണം അതെന്തായാലും അതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. അപ്പൊ എന്തായാലും അത് പഠിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് ആണെങ്കിലും ബീറ്റ് ഫോറസ്റ്റോ ആണെങ്കിലും അതിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ കറണ്ട് അഫയർ എന്ന് പറയുന്നത്. അതിനകത്ത് ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതൊക്കെ ചോദിക്കും. നമ്മുടെ ഈ അവാർഡുകളും മറ്റും ഇമ്പോർട്ടന്റ് ആണ്. അവാർഡുകളായിരിക്കും ഒരുപാടെണ്ണം ചോദിക്കാൻ സാധ്യതയുണ്ട്. സാഹിത്യവുമായി ബന്ധപ്പെട്ടും ഒക്കെ കറണ്ട് അഫയർ ആയിട്ട് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ അവാർഡുകളാണ് കൂടുതൽ കയറി വരുന്നത്. ഇപ്പം എന്തായാലും അത് പഠിച്ചിരിക്കണം കേട്ടോ. കേരളത്തിൽ ആദ്യ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ്? കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കേട്ടോ. കേരളത്തിൽ ആദ്യ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ. ഇനി സൗരയുദ്ധത്തിന്റെ അതിർത്തിയായ ഹിലിയോസ്ഫിയർ കുറിച്ച് പഠിക്കുന്നതിന് നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ്? IMAP. എന്താണ്? IMAP ആണ് സൗരയുദ്ധത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയർ. സൗരയുദ്ധത്തിന്റെ അതിർത്തിയാണ്. സൗരയുദ്ധത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനായിട്ട് നാസ വിക്ഷേപിച്ച ദൗത്യമാണ് IMAP. എന്താണ്? IMAP. ഈ 2025 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 125 ആട്ടോ. സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 125. 2025 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 128 ആണ്. 128. ഇനി മലയാള സിനിമയിൽ ആദ്യ 300 കോടി സിനിമ ഏതാണ്? ലോകയാണ് കേട്ടോ. അത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ കിട്ടുന്ന ഒരു ഉത്തരമായിരിക്കും. മലയാള സിനിമ ആദ്യം 300 കോടി സിനിമ ചോദിച്ച ഏതാണ്? ലോകയാണ്. 2025-26 സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നമായ മുയലിന്റെ പേര്. അതായത് ഭാഗ്യചിഹ്നം ഒരു മുയലാണ് കേട്ടോ. 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ചോദിച്ചെന്താണ്? ഒരു മുയലാണ്. ആ മുയലിന്റെ പേര് തങ്കു എന്നാണ്. ആ മുയലിന്റെ പേര് എന്താണ്? തങ്കു എന്നാണ്. തങ്കു എന്ന മുയലാണ് 2025-26 സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. ഇനി വാട്സപ്പ് ഉപയോഗം മൗലികാവകാശമല്ല എന്ന് നിരീക്ഷിച്ച കോടതി ഏതാ? സുപ്രീം കോടതി കേട്ടോ. വാട്സപ്പ് ഉപയോഗം എന്ന് പറയുന്ന ഒരു മൗലികാവകാശപ്പെടുന്ന കാര്യമല്ല എന്നാണ് എന്ത് സുപ്രീം കോടതി നിരീക്ഷിച്ചത് കേട്ടോ. എന്താണ്? വാട്സപ്പ് ഉപയോഗം അല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള ആപ്പുകളുടെ ഉപയോഗം മൗലിക അവകാശമായിട്ട് കണക്കാക്കാൻ പറ്റൂല എന്നാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. അതായത് കോടതിയാണ്? സുപ്രീം കോടതിയാണ് അത് പറഞ്ഞത്. സുപ്രീം കോടതിയാണ്. ഇനി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡർ ആരാണ്? അത് ദീപിക പദുക്കോണാണ്. ആരാണ്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡർ. ആദ്യ മാനസികാരോഗ്യ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദീപിക പദുക്കോണയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. അപ്പൊ സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം നടക്കുന്ന ഏത് നദിയിലാണ്? ചാലിയാറിലാണ് കേട്ടോ. ചാലിയാറിലാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം നടക്കുന്ന ഏത് നദിയിലാണ്? ചാലിയാറിലെ. ഇന്ത്യയുടെ ആദ്യത്തെ US അംബാസിഡർ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? സെർജിയോ ഗോ. സെർജിയോ ഗോയാണ് US അംബാസിഡർ. ഇന്ത്യയുടെ US അംബാസിഡർ ആരാണ്? സെർജിയോ ഗോ. ഈ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീം മുഖ്യ പരിശീലന നിയമിതനായത് ആരാ? M ഷഫീഖ് ഹസൻ. എന്താണ്? M ഷഫീഖ് ഹസനാണ് എന്ത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരള ടീമില്ലേ, കേരള ടീമിന്റെ സന്തോഷ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ കേരള ടീമിന്റെ പരിശീലകനായിട്ട് നിയമിതനാരാണ്? M ഷഫീഖ് ഹസൻ. ഇനി ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം ചോദിച്ചാൽ ഏതാണ്? അത് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം എവിടെയാണ്? മുംബൈയിലെ നവി മുംബൈയിലെ കേട്ടോ. നവി മുംബൈയിലെ അന്താരാഷ്ട്ര വിമാനത്താവളം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് സെഷൻ എന്ന് പറയുന്നത്. കൂടുതൽ കറണ്ട് അഫെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുപോലെ തന്നെ നമ്മൾ ഇനി അവാർഡുകളുമായിട്ട് 2025 കൊടുത്ത പ്രധാന അവാർഡുകളും പുരസ്കാരങ്ങളുമായിട്ടുള്ള ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ വർഷം അടിച്ച ചുഴലിക്കാറ്റുകളുടെയും ബാക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വർഷം ഡിസംബർ തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്ലാസ്സുകളായിട്ട് തരുന്നതായിരിക്കും. ബീറ്റ് ഫോറസ്റ്റ് എക്സാമിനൊക്കെ മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. താങ്ക്